ഹായ് ഓൾ. ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് സർക്കുലർ സ്ലാബിന് ഡിസൈൻ ആയിരുന്നു. സർക്കുലർ സ്ലാബിൻ്റെ ഫസ്റ്റ് കണ്ടീഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബായിട്ടുള്ളതിൻ്റെ ഡിസൈനാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തത്. നെക്സ്റ്റ് ഉള്ളത് ഫിക്സഡും അതേപോലെ തന്നെ പാർഷ്യലി ഫിക്സ്ഡും, ഈ രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് വൺ ഫിക്സഡ് സർക്കുലർ സ്ലാബിൻ്റെ ഡിസൈനാണ്. വ്യത്യാസങ്ങളോ സ്റ്റെപ്സുകളിനകത്തോട്ട് ചേഞ്ചോ ഒന്നുമില്ല. ഏതൊക്കെയാണ് എവിടേക്കാണ് മൊമെൻ്റ് ഉള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കും. ആ മൊമെൻ്റ് ഉള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ അതിനനുയോജ്യമായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. സർക്കുലാർ ആണെന്നുണ്ടെങ്കിൽ റിങ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതല്ലാത്ത പക്ഷം നമ്മൾ സാധാരണ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് മാതിരിയുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലാതെ സ്റ്റെപ്പിനകത്തൊന്നും ഒരു വ്യത്യാസമില്ല. നമുക്ക് സർക്കുലർ സ്ലാബ് ഫിക്സഡ് കണ്ടീഷൻ നോക്കാം. ഓക്കെ, ഡിസൈൻ എ സർക്കുലർ സ്ലാബ് fixed at the support to carry a live load of 3 kN per meter square, superimposed dead load 2 kN per meter square, and floor finish 1 kN per meter square, internal diameter 7 meter, use M20 and FE 415 grade steel. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് ഇപ്പം ഡെപ്തിനെ പറ്റി നോക്കണ്ട. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് മാതിരി തന്നെ സർക്കുലർ സ്ലാബിനെ ഒരു ഹൊറിസോണ്ടൽ മെമ്പറായിട്ട് അസ്യൂം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ 7 മീറ്റർ സ്പാനാണ് കാണിച്ചേക്കുന്നത്. ദെൻ ഇതിനകത്ത് ലൈവ് ലോഡ് 3 kN per meter square പറയുന്നുണ്ട്. സൂപ്പർ ഇമ്പോസ്ഡ് ഡെഡ് ലോഡ് 2 kN per meter square പറയുന്നുണ്ട്. ഫ്ലോർ ഫിനിഷ് ഈസ് 1 kN per meter square. ഇത്രയും കാര്യങ്ങൾ ലോഡായിട്ട് തന്നിട്ടുണ്ട്. ഇൻറ്റേർണൽ ഡയമീറ്റർ ദാറ്റ് ഈസ് 7, ആ ഒരു ഇൻറ്റേർണൽ ആ ഒരു ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ദെൻ M20യും FE 415 ഗ്രേഡ് സ്റ്റീലും യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഗിവൺ ഡേറ്റാസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ലൈവ് ലോഡ്, ഡെഡ് ലോഡ്, ഫ്ലോർ ഫിനിഷ്, ഡയമീറ്റർ, ദെൻ FCK ആൻഡ് FI, ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റിനിൽ തന്ന കാര്യങ്ങൾ അതേപോലെ എടുത്തെഴുതി. നെക്സ്റ്റ് ഡെപ്ത് ഓഫ് സ്ലാബ് ആണ്. ഡെപ്ത് ഓഫ് സ്ലാബിൻ്റെ കേസിൽ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് മാതിരി സ്പാൻ ബൈ ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് 40 തന്നെ അസ്യൂം ചെയ്യുക. ഫിക്സഡ് കണ്ടീഷൻ്റെ കേസിലും എടുക്കേണ്ട വാല്യൂ എന്ത് തന്നെയാണ്? 40 എന്ന് പറയുന്ന വാല്യൂ തന്നെ യൂസ് ചെയ്യുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഓവറോൾ ഡെപ്ത് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? 7000, അതായത് 7 മീറ്റർ എന്നാണ് പറഞ്ഞിട്ടുണ്ടാകുന്നത്. 7000 ഡിവൈഡഡ് ബൈ 40 ദാറ്റ് ഈസ് 175 mm. അതിനെ എന്ത് ചെയ്തു? റൗണ്ട് ചെയ്ത് 180 mm ആയിട്ട് അസ്യൂം ചെയ്തു. ഓക്കെ, അത് ഓവറോൾ ഡെപ്ത് ആണ്. ക്യാപിറ്റൽ D ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ദെൻ ഓവറോൾ ഡെപ്ത് അസ്യൂം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ദെൻ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് സ്മോൾ d ആണ്. ഈ സ്മോൾ d കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓവറോൾ ഡെപ്ത്, പിന്നെന്താണ്, ഒരു ക്ലിയർ സ്പേസിങ് വേണം. 15 അല്ല എന്നുണ്ടെങ്കിൽ 20, ഇതിനകത്ത് ഏത് വേണമെങ്കിലും അസ്യൂം ചെയ്യാമെന്ന് പറഞ്ഞു. സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസിൽ 50 ആണ് എടുത്തത്. സോ ഇവിടെ 20 എടുത്തിരിക്കുന്നു. കുഴപ്പമില്ല, റേഞ്ചിനകത്ത് തന്നെയാണ് വാല്യൂ എടുത്തിരിക്കുന്നത്. ദെൻ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 ഓർ 8, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 10 ആണ്, 10/2, അതിൻ്റെ പകുതി. ഓക്കെ, അപ്പം എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ d is equal to 150 mm. ദെൻ എഫക്റ്റീവ് സ്പാൻ ഇസ് ഈക്വൽ ടു ക്ലിയർ സ്പാൻ. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മൾ, അതായത് ക്വസ്റ്റ്യനകത്ത് കഴിഞ്ഞ പ്രോബ്ലത്തിനകത്താണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് സ്പാൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കേസിൽ എഫക്റ്റീവ് സ്പാൻ എന്നോ ക്ലിയർ സ്പാൻ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ക്ലിയർ സ്പാൻ എന്നൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഒരു സ്പാൻ, ഇൻറ്റേർണൽ ഡയമീറ്റർ 7 മീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു 7നെ നമ്മൾ എഫക്റ്റീവ് സ്പാനായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഇൻറ്റേർണൽ ഡയമീറ്ററിനെ നമുക്ക് ക്ലിയർ സ്പാനാക്കി എടുത്തിട്ട് ഈ ഡെപ്തൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം എഫക്റ്റീവ് സ്പാൻ ചെയ്യാം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ എഫക്റ്റീവ് സ്പാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിക്കിൻ്റെ തിക്നെസ് 230 mm ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് അത് എന്ത് ആയിട്ട് എടുക്കാം? തന്നിരിക്കുന്നത് ക്ലിയർ സ്പാൻ ആയിട്ട് എടുക്കാം. ദെൻ അതിൻ്റെ കൂടെ ബ്രിക്കിൻ്റെ തിക്നെസ്സും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് സ്പാൻ കിട്ടും. പിന്നെ ഡെപ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡെപ്ത് വഴിയും എഫക്റ്റീവ് സ്പാൻ കിട്ടും. രണ്ടിനകത്തുനിന്ന് സ്മോളർ വാല്യൂവിനെ എഫക്റ്റീവ് സ്പാൻ ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ബ്രിക്കിൻ്റെ തിക്നെസ് ഒന്നും പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ബ്രിക്കിൻ്റെ തിക്നെസ് അസ്യൂം ചെയ്തിട്ട് ഇവിടെയും എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കാം. ഇനി തരാത്ത പക്ഷം
എത്രയാണോ ക്ലിയർ സ്പാൻ തന്നേക്കുന്നത് അതിനെ തന്നെ എന്താക്കി കൺസിഡർ ചെയ്യുക, എഫക്റ്റീവ് സ്പാൻ ആക്കി കൺസിഡർ ചെയ്യുക. അപ്പോൾ എഫക്റ്റീവ് സ്പാൻ കിട്ടിക്കഴിഞ്ഞാൽ എഫക്റ്റീവ് റേഡിയസ് കണ്ടുപിടിക്കാൻ 7/2 ദാറ്റ് ഈസ് 3.5 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ലോഡ് കാൽക്കുലേഷൻ ആണ്. ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈവ് ലോഡിനെ ഇവിടെ നമ്മൾ കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കിലോ ന്യൂട്ടണിനെ കൂടെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് 1 മീറ്റർ ലെങ്തിൽ, പെർ മീറ്റർ ലെങ്തിലാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ യൂണിറ്റ് വാല്യൂയിലേക്ക്, അതായത് കിലോ ന്യൂട്ടൺ എന്നിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു 1 കൊണ്ട് യൂണിറ്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ അതില്ലെങ്കിലും നിങ്ങൾക്ക് ഒറ്റയടിക്ക് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 3 ഇൻറ്റു, അതായത് നമ്മളെപ്പോഴും നമ്മളത് ഫുൾ എത്ര ലെങ്തിലാണ് കൊടുക്കുന്നത്, പെർ മീറ്റർ ലെങ്തിൽ, അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഡെൻ ഡെഡ് ലോഡ് എന്ന് പറയുന്നത് 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരുന്നു. സോ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളത് മാറ്റാൻ വേണ്ടിയിട്ടാണ് 1 ഇൻറ്റു 1 ചെയ്തിരിക്കുന്നത്. ഓക്കെ, then 2 kilonewton, then floor finish is 1 kilonewton per meter square ആണ്. സോ അവിടെ മീറ്റർ സ്ക്വയറിനെ മാറ്റാൻ വേണ്ടിയിട്ട് 1 കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്ത് 1 ഇൻറ്റു 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ 1 kilonewton. ദെൻ സെൽഫ് വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ ഡെപ്ത് നമുക്ക് കിട്ടിയ ഓവറോൾ ഡെപ്ത് അത് ഇൻറ്റു 25, അവിടെയും എഗൈൻ നമ്മൾ എന്താണ് പെർ മീറ്റർ സ്ക്വയർ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്, 1 ഇൻറ്റു 1 ചെയ്തേക്കുന്നത്. സോ അങ്ങനെ ടോട്ടൽ വെയ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ വെയ്റ്റ് W is equal to കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളൊരു അസംഷനിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ലാസ്റ്റ് പെർ മീറ്റർ സ്ക്വയർ എന്ന് ഇട്ടേക്കുന്നത്. ഇവിടെ എല്ലാം കിലോ ന്യൂട്ടണിൽ കണ്ടുപിടിച്ചു. ദെൻ അതിനെ പെർ മീറ്റർ സ്ക്വയറിൽ തന്നെ ആണ് അതായത് എപ്പോഴും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്, ആ ഒരു കോൺസെപ്റ്റിലാണ് പെർ മീറ്റർ. ഇപ്പോൾ ഇവിടെ നമ്മൾ പെർ മീറ്റർ സ്ക്വയർ എഴുതിയില്ല, കിലോ ന്യൂട്ടൺ തന്നെ കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കിലോ ന്യൂട്ടൺ ഇട്ടാൽ മതി. ദെൻ W എന്ന് പറയുന്നത് എഫക്റ്റീവ് ആക്കുകയാണ്. ദെൻ ഈ കിട്ടുന്ന വാല്യൂനെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ എഗെയിൻ എന്തായി 15.75 കിലോ ന്യൂട്ടൺ, അങ്ങനെ കൊടുത്താൽ മതി. നെക്സ്റ്റ് വരുന്നത് മൊമെൻ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കണ്ടീഷൻ ആണ്. ഓക്കെ, ഫിക്സഡ് ആയതുകൊണ്ട് ഫിക്സഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്കംഫറൻഷ്യൽ മൊമെൻറ്റിൻ്റെയും റേഡിയൽ മൊമെൻറ്റിൻ്റെയും ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിനകത്ത് എം തീറ്റ എന്ന് പറയുന്നത് സർക്കംഫറൻഷ്യൽ മൊമെൻറ്റെയും MR എന്ന് പറയുന്നത് റേഡിയൽ മൊമെൻറ്റെയും ഇക്വേഷനാണ്. അത് ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ എം തീറ്റ എന്ന് പറയുന്നത് W/16 R² മൈനസ് സ്മോൾ r², MR is equal to W/16 ക്യാപിറ്റൽ R² മൈനസ് 3r². ഇനിയും അത് രണ്ട് കണ്ടീഷനുണ്ട്, സെൻറ്ററിലും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ സപ്പോർട്ട് കണ്ടീഷനും, ഈ രണ്ട് കേസും ചെയ്യണം. അപ്പം ഈ രണ്ട് ഇക്വേഷനും എം തീറ്റയും MRഉം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് സെൻറ്റർ കണ്ടീഷൻ എന്ന് പറയുമ്പം എം തീറ്റയുടെ സെൻറ്റർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്മോൾ r is equal to 0 ആകുന്ന കണ്ടീഷൻ. അത് ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, WR²/16. ഇനി റേഡിയൽ മൊമെൻറ്റും സെൻറ്റർ കണ്ടീഷൻ സ്മോൾ r is equal to 0 ആണ്. അപ്പം അതിൻ്റെയും ഇക്വേഷൻ എന്ത് തന്നെയാണ്, WR²/16. അപ്പോൾ ഓർത്താൽ മതി, എല്ലാ കണ്ടീഷൻ്റെയും റേഡിയൽ മൊമെൻറ്റും സർക്കംഫറൻഷ്യൽ മൊമെൻറ്റും എടുക്കുമ്പം സെൻറ്ററിലുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, കോമൺ ആയിരിക്കും, പോസിറ്റീവായിട്ട് കിട്ടുന്ന വാല്യൂസ് കോമൺ ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഒറ്റയടിക്ക് തന്നെ രണ്ടിൻ്റെയും സെൻറ്ററിൻ്റെ വാല്യൂ രണ്ടും ഒന്നാണെന്നുള്ള രീതിയിൽ എടുത്ത് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എം തീറ്റയും MRഉം ഒരുമിച്ച് കണ്ടുപിടിക്കാം. ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 15.7 ഇൻറ്റു ദെൻ R² ആണ് പറഞ്ഞേക്കുന്നത്. R is 3.5 ഡിവൈഡഡ് ബൈ 16. സോ വാല്യൂ ഇൻ കിലോ ന്യൂട്ടൺ മീറ്ററിൽ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ സെൻറ്ററിലെ വാല്യൂ രണ്ടും ഒരേ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്, റേഡിയൽ മൊമെൻറ്റും സർക്കംഫറൻഷ്യൽ മൊമെൻറ്റും. നെക്സ്റ്റ് വരുന്നത് സപ്പോർട്ട് കണ്ടീഷനാണ്. സപ്പോർട്ട് കണ്ടീഷൻ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്, R is equal to ക്യാപിറ്റൽ R ആണ്. അപ്പം എം തീറ്റയുടെ ഇക്വേഷനകത്തേക്ക് ഇക്വേഷൻ തന്നെ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ R is equal to സ്മോൾ r is equal to ക്യാപിറ്റൽ R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഈ വാല്യൂ മൊത്തം എന്തായി പോകും, 0 ആവും. അപ്പം എം തീറ്റ സർക്കംഫറൻഷ്യൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് സപ്പോർട്ടിൽ ഇല്ല. ഓക്കെ, ഇനി റേഡിയൽ മൊമെൻറ്റ് MR
ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ക്യാപിറ്റൽ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ എങ്ങനെ വന്നു? ഇതാ -2w(r²/16) എന്ന് വന്നു. ഓക്കെ, അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2w എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. w ഈസ് ഈക്വൽ ടു 15.75 ആണ്. സോ ഇവിടെ 15.75 കൂടെ ഉണ്ട് ഇൻറ്റു 3.5 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 16. അപ്പോൾ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണ്? ഒരു മൈനസ് വാല്യൂ ആണ്, -24.1 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് വന്നു. അപ്പം സപ്പോർട്ടിൽ റേഡിയൽ മൊമെൻറ്റേ ഉള്ളൂ, ഇവിടെ സർക്കംഫറൻഷ്യൽ മൊമെൻ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഏത് മൊമെൻ്റ് ആണോ ഉള്ളത് ആ മൊമെൻറ്റ് കണ്ടുപിടിക്കുക, അതിന് കറസ്പോണ്ടിങ് ഉള്ള റീഇൻഫോഴ്സ്മെൻറ്റും കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ആ ഫിഗർ കാണിച്ചിട്ടുണ്ട് എം തീറ്റയുടെയും എം ആറിൻ്റെയും. എം തീറ്റ എന്ന് പറയുന്നത് സെൻറ്ററിൽ കിട്ടിയ വാല്യൂ, ആ മൊമെൻറ്റ്. സപ്പോർട്ടിൽ രണ്ടിടത്തും എം തീറ്റ വാല്യൂ 0 ആണ്. ദെൻ റേഡിയൽ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ സപ്പോർട്ടിൽ മൈനസ് വാല്യൂ ഉണ്ട്. സോ അതുകൊണ്ടാണ് മുകളിലേക്ക് മൈനസ് വാല്യൂ, ദെൻ താഴേക്ക് പോസിറ്റീവ് വാല്യൂ ആണ് ഇവിടെ. ആ പോസിറ്റീവ് വാല്യൂ ഇവിടുത്തെ സെയിം വാല്യൂ തന്നെ, 12.058 തന്നെ. നെക്സ്റ്റ് ഷിയർ ഫോഴ്സ് ആണ്. ഷിയർ ഫോഴ്സിന് വ്യത്യാസമൊന്നുമില്ല, W ഇൻറ്റു ആർ. W എന്ന് പറയുന്നത് 15.75 ഇൻറ്റു 3.5 ആണ്. സോ അത് ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ ഫിഗറിന് വ്യത്യാസമൊന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ചെക്ക് ഫോർ ഡെപ്ത് ആണ്. ചെക്ക് ഫോർ ഡെപ്ത് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ഇക്വേഷൻ എടുക്കുന്നത് FE 415 ഗ്രേഡ് ആയതുകൊണ്ട് 0.138 FCK/BD² എന്നാണ്. സോ ഡി റിക്വയർഡ് ആണ് വേണ്ടത്. ഡി റിക്വയർഡിന് വേണ്ടിയിട്ട് ഇക്വേഷനെ മാറ്റി എഴുതിയിരിക്കുന്നതാണിത്. √(mu/0.138 FCK/B). ദെൻ mu എന്ന് പറയുന്നത് മാക്സിമം വാല്യൂവിനെ വേണം കൊടുക്കാൻ വേണ്ടി. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണ്ട, മാക്സിമം വാല്യൂ. അപ്പം ഇവിടെ സെൻറ്ററിൽ കണ്ടുപിടിച്ചപ്പം 12.058ഉം അതേ സമയത്ത് റേഡിയൽ മൊമെൻറ്റ് സപ്പോർട്ടിൽ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയത് എത്രയാണ്? 24 ആണ്. സോ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 24 ആണ്. സോ 24 ആയതുകൊണ്ട് തന്നെ അത് മാക്സിമം വാല്യൂ ആണ്. ആ എമ്യുവിനെ വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ താഴെ 0.138 20 ഇൻറ്റു 1000. അപ്പോൾ കിട്ടിയ ഡി എന്ന് പറയുന്നത് 93.44. ഇത് റിക്വയർഡ് ആണ്, പക്ഷേ ഡി പ്രൊവൈഡ് എന്ന് പറയുന്നതാണ് 155 mm ഉണ്ട്. അത്രയും കൊടുത്തിട്ടുണ്ട്. സോ ആവശ്യമുള്ളതിനേക്കാട്ടിൽ കൂടുതൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് സേഫ് ആണ് കണ്ടീഷൻ. നെക്സ്റ്റ് വരുന്നത് ഡിസൈൻ ഓഫ് സ്റ്റീൽ ആണ്. അപ്പോൾ ഡിസൈൻ ഓഫ് സ്റ്റീൽ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? സെൻറ്റർ പോർഷൻ എം തീറ്റയും എം ആറും സെൻറ്ററിൽ ഒരേ വാല്യൂ ആണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്ത് കണ്ടുപിടിക്കുക? റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇക്വേഷന് വ്യത്യാസമൊന്നുമില്ല. എന്താണ് ഇക്വേഷൻ? mu ഈസ് ഈക്വൽ ടു 0.87 FY AST ഇൻറ്റു D ഇൻറ്റു 1 മൈനസ് AST FY ഡിവൈഡഡ് ബൈ BD/FCK. ഈ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വ്യത്യാസമൊന്നുമില്ല. mu വാല്യൂ സെൻറ്ററിലെ mu വാല്യൂ കൊടുക്കുന്നു. ദെൻ അതിന് കറസ്പോണ്ടിങ് 0.87, ദെൻ FY AST, ഇനി D. ഈ D എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ കോൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബോട്ടം ലെയറിൽ 155 ആണ് D ഉള്ളത്, കാരണം നമ്മളിപ്പോൾ D കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് 155 ആണ്. ടോപ്പ് ലെയറിലേക്ക് വരുമ്പം 155 മൈനസ് ഒരു 10/2 മൈനസ് 10/2 ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഏതാണോ നമ്മൾ എടുക്കുന്ന ഡയമീറ്റർ അതിൻ്റെ പകുതി വെച്ച് കുറയും. പകുതി വെച്ച് കുറയാമെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഡയമീറ്റർ കുറച്ചാൽ പോയി, അതായത് 155 മൈനസ് 10. സോ അത് തന്നെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്, 10, ദാറ്റ് ഇസ് 145. ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ആവറേജ് എടുക്കുന്നു, ആവറേജ് ഡെപ്ത് കൺസിഡർ ചെയ്യുന്നു. അതാണ് 150 എടുക്കുന്നത്. ഈ 150നെയാണ് ദാണ്ട് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ദെൻ ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് AST FY, ദെൻ 1000, 150, 20. ദെൻ AST വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് കിട്ടുന്ന AST വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടപ്പുണ്ട് 229.9 mm² ആണ്, ആസ് പെർ ദി എന്താണ് mu നമുക്ക് കിട്ടിയത് വെച്ചിട്ട്. ദെൻ AST
മിനിമം മിനിമം 0.12% ഓഫ് ബി ഇൻറ്റു ഡി ആണ്. ഓക്കെ, ഓവറോൾ ഡെപ്ത് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇക്വേഷൻ 0.12% ഓഫ് ബി ഇൻറ്റു ഡി ആണ് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. 0.12 ഡിവൈഡ് ബൈ 100,000 ഇൻറ്റു 180. സോ മിനിമം എന്ന് പറയുന്നത് 216 ആണ്. മിനിമത്തിനേക്കാട്ടി കൂടുതലാണ് കിട്ടിയിരിക്കുന്ന സോ ആ ഒരു കേസും സേഫ് ആണ്. ഇനി എന്താണ്, 10 mm ഡയമീറ്റർ ബാർ അസ്യൂം ചെയ്യുക. അതാണ് അസ്യൂം ചെയ്തേക്കുന്നത്. നമ്പർ ഓഫ് ബാർ കണ്ടുപിടിക്കുക. 229 ഡിവൈഡ് ബൈ 5/4 ഇൻറ്റു 10². സോ കിട്ടിയിരിക്കുന്നത് 2.82 ആണ്. അതിനെ റൗണ്ട് ചെയ്ത് എന്താക്കി മാറ്റി, 3 നമ്പർ ഓഫ് ബാർ എന്നാക്കി മാറ്റി. ദെൻ സ്പേസിംഗ് എന്ന് പറയുന്നത് 1000 ഡിവൈഡഡ് ബൈ 3. സോ ആ സ്പേസിങ് കിട്ടി. പക്ഷെ ഒരു കാരണവശാലും 300-നേക്കാട്ടി കൂടാൻ പാടില്ല. സോ മാക്സിമം 300 പറ്റത്തുള്ളൂ. സോ 300 ആക്കി അതിനെ റൗണ്ട് ചെയ്തു. ഇനി എന്താണ് എഴുതി വെക്കുന്നത്, പ്രൊവൈഡ് 10 mm ബാർ 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് ഇൻ ബോത്ത് വൈസ് ആസ് എ മെഷ് അറ്റ് സെൻറ്റർ. അതായത് നമ്മൾ സർക്കംഫറൻഷ്യൽ ആയിട്ടും റേഡിയൽ ആയിട്ടും ഒരു മെഷായിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ നമ്മളൊരു മെഷായിട്ട് സെൻറ്റർ പോർഷനിലേക്ക് കൊടുക്കുന്നത് എന്താണ്, ഈ ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സെൻറ്ററിലെ പോർഷൻ ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വേണ്ടത് സപ്പോർട്ടിലാണ്. ഈ ഒരു കേസിൽ സപ്പോർട്ടിൽ മൊമെൻറ്റ് തീറ്റയ്ക്കില്ല, സർക്കംഫറൻഷ്യൽ മൊമെൻറ്റിലില്ല, പക്ഷേ റേഡിയൽ മൊമെൻറ്റിനേ ഉള്ളൂ. അതാണ് പറയുന്നത് AST ഫോർ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ദ സപ്പോർട്ട് ഫോർ ദ റേഡിയൽ മൊമെൻറ്റ് ആണ്. അപ്പം സെയിം ഇക്വേഷൻ തന്നെ, AST കണ്ടുപിടിക്കുന്ന സെയിം ഇക്വേഷൻ തന്നെ ഇവിടെ എമ്യുവിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, നെഗറ്റീവ് മൊമെൻറ്റ് കൊടുക്കുക. നെഗറ്റീവ് വാല്യൂ ഒന്നും വേണ്ട, 0.87 FY AST. ഇനി ഇവിടെ ഒരു ഡി ഉണ്ടല്ലേ, ഈ ഡിക്ക് എന്ത് ചെയ്യും, ആ ഡി എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള ഡിയുടെ പകുതി, അല്ല ഡിയിൽ നിന്നും ഒരു ഡയമീറ്റർ ഓഫ് ബാർ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. തൊട്ട് മുന്നേ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഡയമീറ്റർ ഡെപ്ത്, തൊട്ട് മുന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള എന്താണ് ടോപ്പ് ലെയറിൻ്റെ ഡെപ്ത്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് ടോപ്പ് ലെയറിൻ്റെ ഡെപ്ത് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ആവറേജ് ഡെപ്ത് എടുത്താലും സീനില്ല. ഓക്കെ, ഒന്നുകിൽ ഈ ടോപ്പ് ലെയറിൻ്റെ ഡെപ്ത്, അതായത് 145-നകത്തുനിന്ന് ഒരു 10 അങ്ങ് മൈനസ് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ 150-കകത്തുനിന്ന് ഒരു 10 മൈനസ് ചെയ്താൽ മതി. ഈ രണ്ട് രീതിയിലും ചെയ്യാം, മിസ്റ്റേക്ക് വരത്തില്ല. കാരണം മറ്റേത് ടോപ്പ് ലെയർ ആണ്, മറ്റേത് ആവറേജ് ഡെപ്തിനകത്തുനിന്ന് മൈനസ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഏറ്റവും നമുക്ക് ഒരു ക്ലിയർ പിക്ചർ തരുന്നത് ടോപ്പ് ലെയറിൽ നിന്നും വീണ്ടും അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ടോപ്പ് ലെയറിൻ്റെ ഡെപ്തിനകത്തുനിന്ന് വേണം എന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരു ഡയമീറ്റർ ബാറങ്ങ് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ്. ഇനിയിപ്പം ആവറേജ് ഡെപ്ത് 150-കകത്തുനിന്ന് മൈനസ് ചെയ്താലും ഇഷ്യൂ ഇല്ല. ഓക്കെ, ഇവിടെ അതാണ് ചെയ്തിരിക്കുന്നത്. 145 10/2 10/2. സോ എത്രയാണ്, 135. സോ ആ 135 ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 135, ദെൻ എഗെയിൻ ഇവിടെയും 135. ഓക്കെ, ദെൻ നമ്മൾ AST ഇക്വേഷൻ കിട്ടാൻ വേണ്ടി ASTയുടെ ഇക്വേഷനകത്തേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ കറസ്പോണ്ടിങ് AST എന്ന് പറയുന്നത് 539.1 mm² എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇവിടെയും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡയമീറ്റർ ഓഫ് ബാർ 10 ആണ്. സോ നമ്പർ ഓഫ് ബാർ എന്ന് പറയുന്നത് 539.1 ഡിവൈഡഡ് ബൈ 5/4 ഇൻറ്റു 10² ചെയ്യുമ്പോൾ 6.84 കിട്ടും. സോ അതിനെ റൗണ്ട് ചെയ്ത് 7 ആക്കിയിട്ടുണ്ട്. ദെൻ സ്പേസിങ് എഗൈൻ 1000 ബി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബാർ 7 ചെയ്യുമ്പോൾ 140 mm കിട്ടും. ഓക്കെ, നമ്പർ ഓഫ് ബാർസും സ്പേസിങ്ങും കിട്ടി. ദെൻ ഇവിടെ പറയുന്നത് എന്താണ്, പ്രൊവൈഡ് 10 mm ബാർ 140 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അത് റേഡിയലായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിന് ഇനി പ്രത്യേകിച്ച് റിങ്സ് ഒന്നും കണ്ടുപിടിക്കേണ്ട. റിങ്സ് കണ്ടുപിടിക്കുന്ന എന്തിനായിരുന്നു, സപ്പോർട്ടിൽ സർക്കംഫറൻഷ്യൽ മൊമെൻറ്റ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെയാണ് റിങ്സ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ റിങ്സ് ഒന്നും വേണ്ട, കാരണം റേഡിയൽ മൊമെൻ്റ് ആയിട്ടാണ് വന്നത് സപ്പോർട്ടിൽ. സോ റേഡിയൽ മൊമെൻറ്റ് റിങ്സ് ആയിട്ടൊന്നും വേണ്ട. ഓക്കെ, ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ടോപ്പ് ആൻഡ് ബോട്ടത്തിൽ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു ഫിഗറാണ്, എക്സാക്റ്റ് അല്ല. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ മനസ്സിലാകും. ടോപ്പ് സെക്ഷൻ ഇവിടെയും ബോട്ടം സെക്ഷൻ ഇവിടെയുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ടോപ്പ് സെക്ഷനിൽ
10 mm at 140 mm center to center distance. Then bottom section ആണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇത് 8 mm, അതായത് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റും ദെൻ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് 10 mm അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. അതായത് മെഷ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് സെൻറ്ററിൽ കിട്ടിയ വാല്യൂ അതാണ് കൊടുത്തേക്കുന്നത്. ദെൻ ഇവിടെ കൊടുത്തേക്കുന്നത് 8 mm, അതായത് ഇതാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അതായത് അത് സപ്പോർട്ടിനകത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ സപ്പോർട്ടിൽ സർക്കംഫറൻഷ്യൽ മൊമെൻ്റ് ഇല്ല, എം തീറ്റ എന്ന് പറയുന്നത് ഇല്ല. ഓക്കെ, സപ്പോർട്ടിൽ എം തീറ്റ ഇല്ലാത്തത് കാരണം നമ്മളൊരു മിനിമം ചുമ്മാതെ അങ്ങനെ കൊടുക്കാനും പറ്റത്തില്ല. കാരണം ചുമ്മാതെ അങ്ങനെ കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. കാരണം ഈ മെഷ് റീഇൻഫോഴ്സ്മെൻറ്റിനെ ഹോൾഡ് ചെയ്ത് നിർത്തണം അല്ലേ. അപ്പം മെഷ് റീഇൻഫോഴ്സ്മെൻറ്റിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരു മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് 8 mm 5 ബാർസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഒരു മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, മറ്റേത് അതായത് കഴിഞ്ഞ പ്രോബ്ലത്തിനകത്താണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിൽ നമുക്ക് മൊമെൻറ്റ് കിട്ടുമായിരുന്നു. ആ മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ഉള്ള വാല്യൂ ഇങ്ങനെ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ സപ്പോർട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. അതിന് പകരമാണ് ഈ സർക്കിളിൽ വരുന്ന സാധനത്തിനെ ഒരു 8 mm 5 ബാർ കൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ അകത്ത് കിട്ടുന്നത് നമ്മൾ സെൻറ്റർ പോർഷനിൽ കിട്ടിയ വാല്യൂ ആണ്. ദെൻ ഇനി ടോപ്പിലേക്ക് വരുമ്പം ടോപ്പിൽ നോക്കുക 10 mm അതേതാണ് നെഗറ്റീവ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. മനസ്സിലായോ? നെഗറ്റീവ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ടോപ്പിൽ എങ്ങനെയാണ്? ഇത് കണ്ടോ, ഈ സാധനം കണ്ടോ, ഇതാണ് 10 mm അറ്റ് 140 mm സെൻറ്റർ ടു സെൻറ്റർ, അതായത് നെഗറ്റീവ് റേഡിയൽ മൊമെൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് അറ്റ് സപ്പോർട്ട് സെക്ഷനിൽ റേഡിയലായിട്ടാണ് കൊടുക്കുന്നത്. അതാണ്ട് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ടോപ്പ് സെക്ഷനിലാണ് കാണുന്നത്, അതായത് ഒന്നിന് മുകളിലായിട്ടാണ് വരുന്നത്. സോ നമുക്കത് എന്തായിട്ടാണ് കാണുന്നത്? ടോപ്പ് സെക്ഷനിലാണ് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ബോട്ടം സെക്ഷനിൽ സപ്പോർട്ടിൽ കൊടുക്കുന്ന ഏത് മൊമെൻ്റാണ്? സർക്കംഫറൻഷ്യൽ മൊമെൻറ്റ്. ഓക്കെ, എം തീറ്റ എന്ന് പറയുന്നത് മിനിമം ആണ്. ദെൻ ടോപ്പ് ലെയറിൽ വരുമ്പോഴാണ് സപ്പോർട്ടിൽ നമ്മൾ റേഡിയലായിട്ട് ആ നെഗറ്റീവ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? കൺഫ്യൂഷൻ ആകരുത്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തപ്പം സർക്കംഫറൻഷ്യൽ മൊമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സർക്കംഫറൻഷ്യൽ മൊമെൻറ്റ് ആയപ്പോൾ സർക്കംഫറൻഷ്യൽ അത് കൊടുത്തു. പക്ഷേ റേഡിയൽ മൊമെൻറ്റ് സപ്പോർട്ടിൽ അവിടെ ഇല്ലാത്തത് കൊണ്ട് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമായിരുന്നു. ക്ലിയർ ആയോ? നിങ്ങൾ ആ ഒരു ഫിഗർ എടുത്ത് വെച്ച് നോക്കിയാൽ മതി. അവിടെ റേഡിയൽ മൊമെൻറ്റ് സപ്പോർട്ടിലില്ലായിരുന്നു. അപ്പോൾ ടോപ്പ് സെക്ഷൻ വന്നപ്പം ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് എന്തായിരുന്നു? മിനിമം ആയിരുന്നു. ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ എന്താണ്? മൊമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ആ മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു. പക്ഷേ ഇവിടെ സർക്കംഫറൻഷ്യൽ മൊമെൻറ്റ് കൊടുക്കാനില്ലാത്തത് കൊണ്ട്, ബോട്ടം സെക്ഷനിൽ കൊടുക്കാനില്ലാതെ സെൻറ്ററിലേക്ക് വരുമ്പോൾ അതിനെ ഹോൾഡ് ചെയ്ത് കൊടുക്കാനില്ലാത്തത് കൊണ്ട് മിനിമം കൊടുത്തിരുന്നു. നെക്സ്റ്റ് പറയുന്നത് AST ഫോർ എം തീറ്റ അറ്റ് ദ സപ്പോർട്ട് എം തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണ്. ഹൗ എവർ പ്രൊവൈഡ് എന്താണ്? 8 mm ഡയമീറ്റർ ബാർ അറ്റ് ദ റേഞ്ച് ഓഫ് അറ്റ് ദി എഡ്ജ് ഓഫ് ദി സ്ലാബ്. ഓക്കെ, 8 mm ഡയമീറ്റർ ബാർ ആ എഡ്ജിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഫിഗർ നമ്മൾ നേരത്തെ വരച്ച സെയിം ഫിഗർ തന്നെയാണ്. നമ്മൾ റഫായിട്ട് അത് വരച്ചിട്ടുണ്ട്. ആ റഫായിട്ട് വരച്ച ഫിഗറാണ് കാണിച്ചേക്കുന്നത്. സപ്പോർട്ടിലും സെൻറ്ററിലും ഒക്കെ മൊമെൻറ്റ് വരുന്ന കാണിച്ചിട്ടുണ്ട്. ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതാണ്ടേ ഈ വാല്യൂ നമ്മൾ പഠിച്ചപ്പോൾ ഫിക്സഡ് കണ്ടീഷനകത്ത് പറയുന്നുണ്ടായിരുന്നു. ഒരു പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ വരുന്ന ആ ഒരു പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ വരുന്ന ആ പോയിൻ്റാണ് 0.57 R. അതായത് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് 0.57 Rലാണ് ആ പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടാൽ മതി. നെക്സ്റ്റ് വരുന്നത് ചെക്ക് ഫോർ ഷിയർ ആണ്. അപ്പോൾ ചെക്ക് ഫോർ ഷിയറിനകത്ത് എടുക്കുന്നത് ടോ വി ഇസ് ഈക്വൽ ടു വി യു ബൈ ബി ഡി എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെയാണ്. വി യു നമുക്ക് അറിയാം, ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 155. 155 എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെപ്ത് കൺസിഡർ ചെയ്യുക. മൈനസ് ഇത് വന്നല്ല, ഫസ്റ്റ് ഡെപ്ത് തന്നെ കൺസിഡർ ചെയ്യുക.
ദെൻ ടോസിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.355 ന്യൂട്ടൺ പെർ mm². ഇനി എന്താണ് ടോസി കണ്ടുപിടിക്കണം. ടോസി എന്ന് പറയുന്നത് 100 AST/BD. 100 AST/BD എന്ന് പറയുന്നത് ഏതാണ് 100 AST/BD കൊടുത്തേക്കുന്നതെന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ 100 AST/BD എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് 140 ഡെപ്ത് എവിടെയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. 140 ഡെപ്ത് എന്ന് പറയുന്നത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ സ്പേസിങ് അത് വേണം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം സെൻറ്ററിൽ വരുമ്പം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് 12 പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ കിട്ടിയ നമ്പർ ഓഫ് ബാർ എന്ന് പറയുന്നത് 3 ആയിരുന്നു. ഓക്കെ, ഇവിടെ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആണ്. സോ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ സ്പേസിങ്, ആ സ്പേസിങ്ങിൽ കിട്ടിയ നമ്പർ ഓഫ് ബാർ, അതായത് മാക്സിമം നമ്പർ ഓഫ് ബാർ, മറ്റേടത്ത് 3 അല്ലേ കിട്ടിയിരുന്നത്, ഇവിടെ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 7 കിട്ടിയിട്ടുണ്ട്. സോ ആ 7 കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള സ്പേസിങ് ആണ് ഞാൻ ഇവിടെ കൊടുത്ത് നമ്പർ ഓഫ് ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് AST കിട്ടിയിരിക്കുന്നത്. AST പ്രൊവൈഡ് എന്ന് പറഞ്ഞ് കൊടുത്തേക്ക് നോക്കൂ. ഒന്നുകിൽ ഇങ്ങനെ കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ 7 × π/4 × 10², ഇങ്ങനെ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ടാണ് 140 സ്പേസിങ് അല്ലെങ്കിൽ 7 എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഏതാണോ ആ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി, നമുക്കുള്ളതിൽ വെച്ചിട്ട് മാക്സിമം നമ്പർ ഓഫ് ബാർസ് കിട്ടിയിട്ടുള്ളത് ഏതാണോ ആ മാക്സിമം നമ്പർ ഓഫ് ബാർ കിട്ടിയിട്ടുള്ളതിനെ അതിന് കറസ്പോണ്ടിങ് ഉള്ള സ്പേസിങ്ങിനെ വേണം കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് ചെയ്ത് കിട്ടിയ വാല്യൂ ആണ് 0.362 എന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്നത്. അത് 100 AST/BD എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയിട്ടുള്ള ടോസി വാല്യൂ ആണ് 0.362 എന്നെടുത്തേക്കുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ്, ആ പെർസെൻറ്റേജിന് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 0.316. അപ്പം പേജ് നമ്പർ എന്താണ്? ടേബിൾ 19 ടേബിൾ 19 എന്ന് പറയുന്നതിനകത്ത് ടോസി വാല്യൂ കറസ്പോണ്ടിങ് ഏതൊക്കെയാണ് 100 AST/BDക്ക് കറസ്പോണ്ടിങ് ഉള്ള ടോസി വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ റേഞ്ച് അതിനകത്തില്ല, പക്ഷേ 0.25ഉം 0.50ഉം ഉണ്ട്. അതിനകത്തുനിന്ന് 0.316ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂ 0.362 എന്നാണ്. ഓക്കെ, ഇവിടെ എന്താണ്? ടോവി ലെസ് ദാൻ കെ ടോസി ആയിരിക്കണം. അപ്പോൾ കെ വാല്യൂ അവിടെ കിടപ്പുണ്ട് അല്ലേ, ആ പേജ് നമ്പറിനകത്ത് കിടപ്പുണ്ട്. കെ വാല്യൂ കറസ്പോണ്ടിങ് ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓവറോൾ ഡെപ്ത് 180 ആണ്. സോ 180 ഓവറോൾ ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ വാല്യൂ ചൂസ് ചെയ്യുക. ദെൻ ടോവി ലെസ് ദാൻ ടോസി ആയത് കാരണം ഇവിടെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. നെക്സ്റ്റ് വരുന്നത് ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത് ആണ്. ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത് LD ലെസ് ദാൻ ഓർ ഈക്വൽ ടു m1/v + L0 എന്നാണ്. അപ്പം ഇവിടെ ഇക്വേഷൻ LD is equal to ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.3 m1/b + L0 എന്നാണ്. അപ്പം ഇവിടെ LD എന്ന് പറയുന്നതിന് ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇക്വേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? അത് LD കണ്ടുപിടിക്കാൻ വേണ്ടി ഡെവലപ്മെൻറ്റ് ലെങ്ത് ആണ്. ഡെവലപ്മെൻറ്റ് ലെങ്തിൻ്റെ സാധാരണ ഇക്വേഷൻ എന്താണ്? 0.87 FY × 5 ഡിവൈഡഡ് ബൈ 4 ടോ BD എന്നാണ് ഇക്വേഷൻ. ഇതിനകത്ത് FY വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. 0.87 കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ഇവിടെ 5A അതേപോലെ ഉണ്ട്, കാരണം നമ്മളിവിടെ 5 ആണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന 10 ആണ്. ആ 10 ഇവിടെ എടുത്തിരിക്കുന്നത് സ്യൂട്ടബിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ 5 അതേപോലെ തന്നെ ഇടുക. 4 ടോ BD എന്ന് കൊടുത്തിട്ടുണ്ട്. ടോ BD എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം 415 kg സ്റ്റീൽ ആയതുകൊണ്ട് ഒരു 60% കൂടെ ഇൻക്രിമെൻറ്റ് ചെയ്യണം. സോ അതുകൊണ്ടാണ് 1.2 × 1.6 കൊടുത്തേക്കുന്നത്. സോ LD എന്ന് പറയുന്നത് 47.015 എന്നായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് VU. VUവിൻ്റെ വാല്യൂ
ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദെൻ L0 എന്ന് പറയുന്നത് 12.5 ഓർ ഡി. ഡി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്ത ഡി ആയിരിക്കണം, അതായത് 155 എന്ന് പറയുന്ന ഡി. സോ 12 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 ഡയമീറ്റർ ആണ്. സോ ഇത് രണ്ടിനകത്തെ വാല്യൂവിനെ കമ്പയർ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഹയസ്റ്റ് വാല്യൂ ആണ് എടുക്കുന്നത് 155, മറ്റേത് എന്താവും 120 ആകും. സോ ഇത് രണ്ടിൻ്റെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 155 ആണ്. സോ L0 ഈസ് 155. നെക്സ്റ്റ് AST. ഓക്കെ, ഇവിടെ AST എന്ന് പറയുന്നത് സെൻറ്റർ പോർഷൻ. ഓക്കെ, സെൻറ്റർ പോർഷനിൽ AST വേണം ഇവിടെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഈ AST അതായത് ഡെവലപ്മെൻറ്റ് ലെങ്ത് ചെക്ക് ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട AST പ്രൊവൈഡഡ് എന്ന് പറയുന്നത് സെൻറ്റർ പോർഷനിൽ റേഡിയൽ മൊമെൻറ്റെയും സർക്കംഫറൻഷ്യൽ മൊമെൻറ്റും സെൻറ്റർ പോർഷനിൽ കിട്ടിയ ASTനെ എടുത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെൻറ്റർ പോർഷനിൽ നമ്മൾ കൊടുത്തത് 10 mm ഡയമീറ്റർ ബാർ അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിലാണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മതി 1000 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു π/4 ഇൻറ്റു 10 സ്ക്വയർ. അപ്പോൾ ഇത് എവിടുത്തെയാണ്? സെൻറ്റർ പോർഷനിലതാണ്. ഓക്കെ, അപ്പം സെൻറ്റർ പോർഷനിൽ AST എടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, തൊട്ട് മുന്നേ നമ്മൾ മാക്സിമം ASTയുടെ സ്പേസിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും കൺഫ്യൂഷൻ ആകരുത്. ഓക്കെ, അത് പെർമിസിബിൾ ഷിയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ സെൻറ്റർ പോർഷനിൽ AST ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ ഇനി എന്താണ് ചെയ്യേണ്ടത്? AST കിട്ടി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള MU വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് MUവിൻ്റെ സെയിം ഇക്വേഷൻ തന്നെ 0.87 FI, ദെൻ AST, ദെൻ D. ഇവിടെ ആവറേജ് ഡെപ്ത് ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. സെൻറ്റർ പോർഷനിൽ നമ്മൾ ചെയ്തപ്പം ആവറേജ് ഡെപ്ത് എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് അല്ലേ? ആവറേജ് ഡെപ്ത് എടുത്ത് വെച്ച് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ ഇവിടെയും യൂസ് ചെയ്യുക. സെൻറ്റർ പോർഷൻ്റെ കാര്യം ചെയ്യുമ്പോൾ എല്ലാം ആവറേജ് ഡെപ്ത് തന്നെ ചൂസ് ചെയ്യുക. ദെൻ 1 മൈനസ് AST FI BD FCK. ഓക്കെ, അപ്പം സെൻറ്റർ പോർഷൻ്റെ AST ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സെൻറ്റർ പോർഷനിൽ കൊടുത്തിട്ടുള്ള ഡെപ്തിനെ തന്നെ ചൂസ് ചെയ്യുക. സെൻറ്റർ പോർഷനിൽ നമ്മൾ ആവറേജ് ഡെപ്ത് 150 ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ MU വാല്യൂ കിട്ടി. ദെൻ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇക്വേഷൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ LD <= 1.3 m1/v + L0 എന്ന്. സോ ആ ഇക്വേഷനകത്തേക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L0 <= 1.3, ദെൻ MU, ദെൻ ഡിവൈഡഡ് ബൈ VU. നെക്സ്റ്റ് എന്താണ്? പ്ലസ് L0 എന്ന് പറയുന്നത് 155 ആണ്. ഓക്കെ, ഈ 155 എന്ന് പറയുന്നത് ഏതിൻ്റെതാണെന്ന് നോക്കിക്കോളുക. അതേപോലെ തന്നെ ഇവിടെ 150യും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ 155 എന്ന് പറയുന്നത് ഈ ബോട്ടം ലെയറിൻ്റെതാണ് 155. അതാണ് നമ്മൾ L0 എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നത്, ബോട്ടം ലെയറിൻ്റെത്. ആവറേജ് ഡെപ്ത് ആണ് AST കണ്ടുപിടിക്കാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി സപ്പോസ് നിങ്ങൾക്ക് ഈ ഡെപ്ത് എടുക്കുന്നതിനകത്ത് ഇങ്ങനെ കൺഫ്യൂഷൻസ് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി. എല്ലാ ഡിയും എന്താക്കി തന്നെ എടുക്കുക? 155 ആയിട്ട് തന്നെ എടുക്കുക. ഇങ്ങനെ ടോപ്പ് ലെയർ, ബോട്ടം ലെയർ, ആവറേജ് ഡെപ്ത് അങ്ങനെ കണ്ടുപിടിക്കാനൊന്നും നിൽക്കണ്ട. ഇങ്ങനെ ഡി എടുക്കുന്നതിനകത്ത് കൺഫ്യൂഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ ഒരൊറ്റ ഡി കൺസിഡർ ചെയ്താൽ മതി, ഒരൊറ്റ ഡെപ്ത് കൺസിഡർ ചെയ്താൽ മതി. ആ ഡെപ്ത് എന്ന് പറയുന്നത് ബോട്ടം ലെയറിൻ്റെ 155. ഈ ഒരു പ്രോബ്ലം വെച്ചിട്ടാണെങ്കിൽ ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 5 എന്ന് പറയുന്നത് ഈസ് <= 10.14 mm. 10.14 mm കുറഞ്ഞിരിക്കണം. നമ്മൾ എടുത്തിരിക്കുന്നത് എത്രയാണ്? 10 mm ബാർ ആണ്. സോ ആ കാര്യം ഓക്കെയാണ്. നെക്സ്റ്റ് വരുന്നത് ഡീറ്റെയിലിംഗ് ആണ്.
ഡീറ്റെയിലിംഗ് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ ഫിക്സഡ് സപ്പോർട്ട് കണ്ടീഷൻ, ദെൻ ടോപ്പ് ലെയറിൽ ബോട്ടം ലെയറിൽ ഉണ്ട്. അതിനകത്ത് നോക്കിയാൽ മതി. ഇതാണ് ഈ കൊടുത്തിരിക്കുന്നത് എന്താണ്, 10 mm അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. അതെന്താണ്, സെൻറ്റർ പോർഷനിൽ വരുന്ന മെഷ് ലെയർ ആണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഇതാണ് ഈ ടോപ്പ് ലെയറിൽ കൊടുത്തിട്ടുള്ള ഈ സാധനം, ഈ വരയാണ്. ഓക്കെ, ഈ വര എന്ന് പറയുന്നത് 10 mm അറ്റ് 140, അതായത് അത് ടോപ്പ് ലെയറിൽ എന്ത് കൊടുത്തേക്കുന്നതാണ്, റേഡിയൽ മൂവ്മെൻ്റ് ആക്കി കൊടുക്കുന്നത്. ആ ലൈൻ മാത്രമാണ്, ആ ഡോട്ട് ഇല്ല. പിന്നീട് എന്തിനാണ് ഡോട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ആ ഒരു ഡയറക്ഷനിൽ മാത്രം കൊടുക്കാനായിട്ട് പറ്റത്തില്ല, ഉള്ളിലേക്കൂടെ കൊടുക്കണം. ഉള്ളിലേക്കൂടെ കൊടുക്കുമ്പോൾ അത് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഡയമീറ്ററുള്ള ഒരു ബാർ കൊടുത്താൽ മതി. സോ അതിവിടെ പ്രത്യേകം പറയുന്നൊന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇക്കാര്യം മാത്രമാണ്. ഈ ഒരു ലൈന്, ഇനി ബോട്ടത്തിലുള്ള ഈ ലൈനും ഈ ഡോട്ടും എല്ലാം 10 mm അറ്റ് 300, അത് സെൻറ്റർ പോർഷനിൽ ഈ ടോപ്പ് ലെയറിലുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ച നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, ദെൻ സ്പേസിങ് കാണിച്ചിട്ടുണ്ട് 3.5. 3.5 ഇത് സപ്പോർട്ടിൻ്റെ വിഡ്ത്താണ്, അത് ക്വസ്റ്റിനിൽ തന്നിട്ടില്ല, നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, ഓക്കെ നെക്സ്റ്റ് ഇതാണ് ബോട്ടം ലെയർ, ടോപ്പ് ലെയർ. ടോപ്പ് ലെയറിൽ കൊടുത്തിട്ടുള്ള ഇത് എന്താണ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. ഇത് എല്ലാം എന്താണ്, മിനിമം റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. കാരണം സപ്പോർട്ടിൽ നമുക്ക് ഒരു സർക്കംഫറൻഷ്യൽ മൊമെൻ്റ് ഇല്ല, അതിന് പകരം റീഇൻഫോഴ്സ്മെൻറ്റും കൊടുക്കാനായിട്ട് പറ്റത്തില്ല, പക്ഷെ വെറുതെ ഇടാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് എന്ത് കൊടുത്തേക്കുന്നത്, മിനിമം കൊടുത്തേക്കുന്നത്. ദെൻ ഇവിടെയും സർക്കംഫറൻഷ്യൽ മൊമെൻ്റ് എന്ന് പറയുന്നത് 8 mm 5 bar ആണ്. പക്ഷേ ഈ മെഷ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് സെൻറ്റർ പോർഷനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 10 mm 5 bar ആയിട്ട് 300 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് പ്രോബ്ലം എടുത്ത് നോക്കുക, അതിനകത്ത് എന്ത് വ്യത്യാസമാണ് ഇവിടെ വന്നിരിക്കുന്നത് നോക്കുക. ഡെപ്ത് കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഒരൊറ്റ ഡെപ്തിൽ എടുത്ത് വെച്ച് അങ്ങ് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡെപ്ത് വേരി ചെയ്ത് നമ്മൾ പലയിടത്തും യൂസ് ചെയ്യാനായിട്ട് വരും. ആ ഒരു ഡെപ്ത് അതേപോലെ അങ്ങ് എടുത്താൽ മതി. പിന്നെന്താണ്, പിന്നെ റീഇൻഫോഴ്സ്മെൻറ്റ്, അതിനകത്ത് ടോപ്പ് ലെയറിൽ വന്നിട്ടുള്ളത് സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ് മിനിമം AST ആയിരുന്നു. ഇവിടെ പക്ഷേ എന്താണ്, നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് റേഡിയലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. സോ അങ്ങനെ ഡിഫറൻസ് വരുന്നുണ്ട്. സോ ആ ഡിഫറൻസ് നോക്കി മനസ്സിലാക്കുക. ക്ലിയർ ആയോ? അപ്പം ഇതോടുകൂടി ഫിക്സഡ് സപ്പോർട്ടിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.